ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലുമൊക്കെ രീതി ജീവിച്ചിട്ട് ഒരാൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും തുടക്കത്തിൽ. പക്ഷേ ക്രമേണ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് ക്രമേണ ഇത് കുറഞ്ഞു വരും. പക്ഷേ ഇതാരും മനസ്സിലാക്കുകയില്ല. ആൾക്കാരുടെ ധാരണ ഈ പ്രാർത്ഥനാ ജീവിതം തുടങ്ങുമ്പോഴുള്ള പ്രശ്നവും വലിയ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ ആൾക്കാരുടെ ധാരണ ഇത് നമ്മളെയും കൊണ്ടേ പോകുള്ളൂ, ഇത് ഭയങ്കര പ്രശ്നമായിട്ട് മാറുക, അതുകൊണ്ട് പ്രാർത്ഥന നിർത്തിയേക്കാം, സ്വസ്ഥമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ടൊക്കെ അങ്ങ് പോകാം എന്നൊക്കെയുള്ള ധാരണയാണ്. ഇതൊരു പൈശാചികമായിട്ടുള്ള ഒരു തന്ത്രമാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവരെ ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ഭയപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളൊരു പിശാചിൻ്റെ തന്ത്രമാണ്. ആ തന്ത്രങ്ങളെക്കുറിച്ചൊക്കെ പലതും ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് ഭയന്ന് പിന്മാറി ഒരു പഴയ അവസ്ഥയിൽ പോകും. അത് പിന്നീട് അവരെ ആ പഴയ അവസ്ഥ എന്ന് വെച്ചാൽ കൂടുതൽ സങ്കീർണമായിട്ട് അവർ വലിയ ദുരിത